ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ട്രേഡ് മോഡൊന്നും ഇട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഒരു ഐഡിയകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഇതിനെ എങ്ങനെ താഴ്ത്തിക്ക് കൊണ്ടുവരും എന്നുള്ളതിന് തൊട്ട് മുമ്പ് രണ്ട് പാറ്റേൺ ആണ് നോർമലിയിട്ട് ഉണ്ടാവുക. ട്രയാങ്കിൾ ടൈപ്പാണ്, ഒന്നല്ലെങ്കിൽ എക്സ്പാൻഡിങ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിങ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു സൈസിൽ നേരെ കയറാന്ന് വെച്ചെങ്കിൽ എക്സ്പാൻഡിങ് ടൈപ്പാണ്, കോൺട്രാക്റ്റിങ് ടൈപ്പാണ് വരുന്നത്. ഇവിടുന്ന് കുറച്ച് ഇറങ്ങിയ ശേഷം കയറായിരുന്നെങ്കിൽ എക്സ്പാൻഡിങ് ആണെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ വരെ എത്തിയാണ്. ഇപ്പം കോൺട്രാക്റ്റിംഗ് ആയിട്ട് നമ്മൾ ഏകദേശം 26,300 റിജക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റിജക്ഷൻ മാത്രമല്ല, താഴെ സപ്പോർട്ടും വേണം. ഏകദേശം കറക്റ്റ് നമ്മൾ ആ ഒരു പോയിന്റിൽ റിജക്ഷൻ വന്നിട്ടുണ്ട്. ശേഷം ഇവിടെ വരെ ഇറങ്ങിയിട്ട് തിരിച്ച് റീടെസ്റ്റ് ചെയ്ത് കയറുമ്പോഴാണ് കോൺട്രാക്റ്റിംഗ് കംപ്ലീറ്റ് ആവുന്നത്. കോൺട്രാക്റ്റിംഗ് ആണെങ്കിൽ ഇത് മാക്സിമം ഈ ഒരു പോയിന്റ് വരെ വന്നിട്ട്, ഈ എഡ്ജ് വരെ വന്നിട്ട് തിരിച്ച് കയറാൻ ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്ത് കയറി നേരെ 200% പോകും. അപ്പോൾ ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത ശേഷം തിരിച്ച് കയറിയില്ല. ഇതിൻ്റെ ഒരു പ്രഷറിൽ ഇവിടെ ശരിക്കും അവസാനിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു ട്രേഡ് മോഡ് ഉണ്ടായിരുന്നു, ഈ ഒരു പോയിന്റിൽ നിന്നൊരു ചെറിയൊരു ട്രേഡ് മോഡ് ഉണ്ടായിരുന്നു, ഒരു 10-30 പോയിന്റ്. പക്ഷേ അത് നമുക്ക് ഈ ഒരു ബേസ് കിട്ടാതെ നമുക്ക് ഇവിടെ ഊഹിക്കാൻ പറ്റില്ല. പിന്നെ രാവിലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് മിക്കവാറും ഇവിടെ നിന്നൊരു ഗ്യാപ്പ് അപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഈ ഗ്യാപ്പ് അപ്പ് ഇത്രയും മുകളിലേക്ക് പോകണമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അത് നമുക്ക് പ്രൈസ് ആക്ഷൻ ഇല്ലാണ്ട് ഊഹിക്കാൻ പറ്റില്ല. ഈ ഒരു സ്ട്രക്ചർ കഴിഞ്ഞ് നിൽക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിജക്ഷനാണ് ഇത്. ഒരു റിയാക്ഷൻ ഉണ്ടാകുന്ന ഇവിടെ വരെ. അതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് താഴേക്ക് കണ്ടിന്യൂ ചെയ്യണോ എന്ന് തീരുമാനിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു ട്രേഡ് മോഡ്, പക്ഷേ അത് ട്രേഡായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓപ്പണിംഗ് ടൈമിൽ ചെറുതായിട്ട് നിങ്ങളുടെ താഴത്തേക്ക് വലിഞ്ഞാൽ പോലും ഈ ഒരു ഭാഗം ഇൻവാലിഡ് ആവും. അതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. അപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ വന്നു. ഈ റിജക്ഷൻ ഇവിടെ സപ്പോർട്ട് ചെയ്തില്ല, അതിനെ പൊട്ടിച്ചു, നേരെ താഴത്തേക്ക് വന്നു. അപ്പോൾ ഇതൊരു ABC എന്നുള്ളൊരു സിഗ്സാഗ് മോഡാണ്. നാളത്തെ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഈ ഒരു എഡ്ജ് വരെ വന്നാൽ പോലും തിരിച്ച് കയറാനുള്ള സാധ്യതയാണ് ഊഹിക്കുന്നത്. ഒരു 26,500 വരെ പോകാനുള്ള സാധ്യതയാണ്. ഒരു ടൈറ്റ് എക്സ്പാൻഡിങ് ട്രയാങ്കിളാണ് നടക്കുന്നത് ഈ ഒരു ഏരിയ മൊത്തത്തിലെടുത്ത് കഴിഞ്ഞാൽ. ഇതൊരു ലെഗ്, ഇതൊരു സെക്കൻഡ് ലെഗ്, ഒരു തേർഡ് ലെഗ് വരാൻ വെച്ചെങ്കിൽ ഇവിടെ വരെ വരാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നാളെ ഈ സംഭവം താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സപ്പോർട്ട് ഏരിയ ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 26,000 ഈ ഒരു എഡ്ജിലാണ്. ഇവിടെ നിന്നൊരു റിയാക്ഷൻ ഉണ്ടാവാം. ഇതുണ്ടായാലും പരമാവധി ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കാതിരിക്കുന്നത് നല്ലത്. ഈ ഒരു 26,090 ആ ഒരു ഭാഗത്ത് നിന്ന് എടുക്കാതിരിക്കുക നല്ലത്. ഇത് ഈ ഒരു 26,965 വരെ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം എടുക്കാം. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. അധികം ക്വാണ്ടിറ്റി എടുക്കേണ്ട, കാരണം റിവേഴ്സലിൽ അത്യാവശ്യം പോയിന്റുകൾ മൂവ് ചെയ്യും. താഴത്തേക്ക് നേരെ വരാണെന്ന് വെച്ചെങ്കിൽ ഏകദേശം ഒരു 10-90-100 പോയിന്റുകളൊക്കെ കയറി കൊടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് തന്നെ നല്ല പ്രോഫിറ്റ് ആയതുകൊണ്ട് വലിയ ക്വാണ്ടിറ്റിക്ക് പ്രതീക്ഷിക്കാതെ എടുത്ത് പകുതി വഴിയിൽ ബുക്ക് ചെയ്ത് മാറ്റുന്നതാണ് നല്ലത്. ഇതാണ് താഴത്തേക്കുള്ളൊരു പോയിൻ്റ് ഉള്ളൂ. ഈ സെൻറ്ററിൽ നിന്നുള്ളത് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കും. ഇവിടുന്ന് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ വളരെ കുറഞ്ഞ പോയിൻറ്റും പിന്നെ ഇവിടുന്ന് വീണ്ടും ആവറേജ് ചെയ്യേണ്ടി വരും. എടുക്കുമ്പോൾ എപ്പോഴും അതാത് അർദ്ധമണികളാണ് ഞാൻ പറയുള്ളൂ. അധികം ലോങ്ങും ഇതൊന്നും എടുക്കില്ല. അർദ്ധമണിയാണ് ഏത് ഭാഗത്ത് എത്തുന്നോ അവിടുത്തെ അർദ്ധമണിയിലായിരിക്കും. ഇപ്പോൾ ആവറേജ് ചെയ്യണമെങ്കിലും ഇവിടുത്തെ അർദ്ധമണി തന്നെ ചെയ്യണം. അതാണ് ഏറ്റവും ബെസ്റ്റ്. ആവറേജിങ് ഓപ്ഷനിൽ വെച്ചുകൊണ്ടിരുന്നാൽ കുറേ ഉപദ്രവങ്ങളുള്ളതുകൊണ്ട് നല്ല പോയിൻ്റ് എത്തുമ്പോൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ. പിന്നെ ഇത് മുകളിലേക്ക് കയറിപ്പോകുന്ന വെച്ചെങ്കിൽ 1 മിനിറ്റ് ക്യാൻഡിൽ, ഇപ്പോൾ ഇത് 15 മിനിറ്റിൽ ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടി ചുരുക്കി വെച്ചാണ്. ഇവിടെ ഒരു റിജക്ഷൻ പോയിന്റ് മുകളിലേക്ക് വരാണെന്ന് വെച്ചെങ്കിൽ വളരെ ചെറിയൊരു സ്കാൽപ്പ് മോഡ് ഉണ്ട്. നിലവിൽ നിൽക്കുന്ന പൊസിഷനിൽ നിന്നാണ് പറയുന്നത്, എല്ലാം 1 മിനിറ്റിൻ്റെ പൊസിഷനിൽ നിന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു ബേസ് ഉണ്ടായിട്ടുണ്ട്. ഈ ബേസിൻ്റെ കുറച്ചും കൂടി താഴത്തേക്ക് വരാം, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നോക്കാം. തിരിച്ച് കയറിയിട്ട് ഇതൊരു ഏകദേശം 26,000. അപ്പോൾ ഈ ടോട്ടൽ സ്ട്രക്ചറിൻ്റെ തന്നെ ഈ ഒരു ഏരിയ പിടിച്ചാൽ മതി. 26,200 215 ഈ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ നോക്കാവുന്നതാണ്. അവിടെ നിന്നും താഴേക്ക് റിജക്ഷൻ വരാൻ വെച്ചെങ്കിൽ ഒരു 10-30 പോയിൻറ്റോളം താഴത്തേക്ക് വരും. അപ്പോൾ അർദ്ധമണിക്ക് എടുക്കാന്ന് വെച്ചെങ്കിൽ പ്രീമിയത്തിൽ ഒരു 15 പോയിൻറ്റ് മൂവ് ചെയ്യും, ഡെൽറ്റ മൂവ് ചെയ്യും. അപ്പോൾ ഇതായിരിക്കും മുകളിലേക്ക് പോകാൻ ഇതാണ് ഒരു പോയിൻ്റ് ഉള്ളത് നമുക്ക് എൻട്രി എടുക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ എപ്പോഴും ഈ 127 മുകളിലാണ് വെച്ചാൽ മതി. ഈ 127 മുകളിൽ പറയുമ്പോൾ 250 26,250 മുകളിൽ സ്റ്റോപ്പ് ലോസ് കണക്കാക്കിയിട്ട് വെച്ചാൽ മതി. ഞാൻ പ്രീമിയത്തിലല്ല പറയുന്നത്, ഇതിലാണ്. പ്രീമിയം നിങ്ങൾ അതിൻ്റെ രീതിയിൽ നോക്കി ചെയ്യുക. ഇവിടെ മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് പ്രീമിയത്തിൽ കാര്യമായിട്ടുള്ള വേരിയേഷൻ ഉണ്ടാവുള്ളൂ. പ്രീമിയത്തിൽ പോയിട്ട് എടുക്കുകയെന്ന് വെച്ചെങ്കിൽ അത് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മെൽറ്റ് ആവും. ഇവിടെ നിന്ന് കളിച്ചാൽ പോലും മെൽറ്റ് ആവും. നമുക്ക് ഇതിലാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ വയ്ക്കാൻ പറ്റുക. അപ്പോൾ ഇതിൽ മുകളിലേക്കുള്ള വ്യൂ ഇത്രയേ ഉള്ളൂ. ശേഷം ഈ ഒരു ഭാഗം റിജക്റ്റ് ചെയ്ത് തിരിച്ചു വന്ന് ഈ ഒരു സപ്പോർട്ട്, ഇവിടെ എടുക്കുന്ന സപ്പോർട്ട് നിലനിന്നാൽ
ഈ വരുന്ന വരവ്, അതായത് ഇവിടെ നിന്നുള്ള റിജക്ഷൻ ഇവിടെ നിന്നിട്ട് തിരിച്ച് കയറിയാൽ അതിന് കണ്ടിന്യൂഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിലവിലൊരു 26,300 തൊട്ട് 350 ഇങ്ങനെ ഒരു റേഞ്ച് വരെ കയറിപ്പോവാം. നിലവിൽ ബൈറിഷാണ്. അപ്പോൾ ഈ റീടെസ്റ്റ് കഴിഞ്ഞിട്ട് കയറാതെ ഒരിക്കലും ഇതുമ്പോൾ കയറിയത് ആ കയറി ഒരു 2 ക്യാൻഡിൽ സ്റ്റാൻഡിങ്ങിലാവണം. ഇവിടെ ഒരു ട്രെൻഡ് ലൈനും വരുന്നുണ്ട്, അതും കൂടി ഇന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടാം. കാരണം ഇങ്ങനെ ഇവിടുത്തെ റിജക്ഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ ട്രെൻഡ് ലൈൻ ഈ കയറി റിജക്റ്റ് ചെയ്ത് കയറി വരുമ്പോൾ ഈ ട്രെൻഡ് ലൈൻ്റെ സൈഡിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൽ നല്ലൊരു പോയിന്റ് കിട്ടും. അങ്ങനെ 2 മോഡാണ് മുകളിലേക്കുള്ളത്. താഴേക്ക് ഈ ഒരൊറ്റ പോയിന്റ് മാത്രം നോക്കേണ്ടത് നല്ലത്. ഈ ഒരു പോയിന്റിൽ എടുക്കാൻ ധൈര്യമുള്ളവർക്ക് എടുക്കാം. പൈസ കുറച്ചിട്ടിട്ട് ഒരു 10-40 പോയിന്റ് കിട്ടും. ഇവിടെ എത്താൻ ചെയ്യാൻ നല്ലൊരു റിയാക്ഷൻ ഉണ്ടാവും. അവിടെയും കുറച്ച് പൈസ ഇടേണ്ട ആവശ്യമുള്ളൂ. കാരണം സ്റ്റോപ്പ് ലോസ് വലുതാണ് വരുന്നത്. കുറച്ചും കൂടി വലിയ സ്റ്റോപ്പ് ലോസ് ആകുമ്പോൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കുക. പക്ഷേ ഇവിടെ നമുക്ക് പോയിന്റ് നന്നായിട്ട് കിട്ടുന്നതുകൊണ്ട് 100 പോയിന്റ് കിട്ടുന്നതുകൊണ്ട് അതവിടെ പ്രോഫിറ്റബിൾ ആയിരിക്കും. ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ പ്രോഫിറ്റബിൾ ആയിരിക്കും. 10 ക്വാണ്ടിറ്റി എടുക്കുന്നവർ ഇവിടെ നിന്ന് 3 ക്വാണ്ടിറ്റി 4 ക്വാണ്ടിറ്റി എടുത്താലും 10 ക്വാണ്ടിറ്റി എടുത്തിട്ട് 20 പോയിന്റ് 25 പോയിന്റ് കിട്ടണേക്കാളും നല്ലത് ഈ 100 പോയിന്റ് കയറുമ്പോൾ ഇവിടെ പ്രീമിയത്തിൽ എങ്ങനെ ഒരു 50 പോയിന്റ് 60 പോയിന്റ് കിട്ടും. അപ്പോൾ അതിൽ തന്നെ പ്രോഫിറ്റ് കയറുന്നുണ്ടല്ലോ. സ്റ്റോപ്പ് ലോസ് ഇത്രയും ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അത് കീപ്പ് ചെയ്തിട്ട് നോക്കി പോവാം. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കി നാളേക്കുള്ളതാണ്. ഇപ്പോൾ ഇത് ഒന്ന് താഴ്ത്തിക്കുള്ള ഈ ഭാഗത്തും പിന്നെ ഒന്ന് ഇവിടെ വേറെ പാറ്റേൺസുകൾ ഹയർ ടൈം ഫ്രെയിമിൽ വേറെ പാറ്റേൺസ് ഒന്നുമില്ല. മെയിനായിട്ട് പോകുന്ന ഒരു എക്സ്പാൻഡിങ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മൂവ് ചെയ്ത് പോകാൻ കുറച്ചും കൂടി ബാക്കിയുള്ള ഒരു ഇതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ സപ്പോർട്ട് എടുത്തിട്ട് ചിലപ്പോൾ കയറി കണ്ടിന്യൂസ് ചെയ്ത് ഈ ഒരു റേഞ്ച് വരെ എത്താം. നാളെ ഓപ്പൺ ആകുമെന്ന് നോക്കിയിട്ട് അത് അറിയുള്ളൂ. നാളെ ഓപ്പൺ ആകുമ്പോൾ എങ്ങനെ മൂവ് ചെയ്യണം നോക്കുക. ഇത് ചിലപ്പോൾ ഇങ്ങനെ നിൽക്കണോണ്ട് ഒരു ഗ്യാപ്പ് അപ്പ് അടിച്ചിട്ട് ചിലപ്പോൾ തിരിച്ചിറങ്ങിപ്പോരും. അപ്പോൾ ഈ റീടെസ്റ്റിൻ്റെ ഏരിയ എന്ന് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഒരിക്കലും റീടെസ്റ്റ് കഴിഞ്ഞ് ഈ സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് കയറാതെ നിലവിലുള്ള ഈ ചെറിയ ടൈം ഫ്രെയിമിലെ ഈ ചെറിയ ടൈം ഫ്രെയിമിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് കയറി കഴിഞ്ഞാൽ ആദ്യം മൂവ് ആവണമെന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ക്രൈറ്റീരിയ ക്ലിയർ ആയിരിക്കണം. ഇവിടെ നിന്ന് കയറുന്നു ഏകദേശം ഒരു 26 നേരത്തെ പറഞ്ഞ ആ സൈസ് വരെ എത്തുന്നു, ഈ ഒരു റേഞ്ച് വരെ എത്തുന്നു, തിരിച്ചിറങ്ങുന്നു, വീണ്ടും കയറും. വീണ്ടും കയറി 2 ക്യാൻഡിൽ സ്റ്റാൻഡായി കഴിയുമ്പോഴാണ് കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ശരി.